ഹായ് ഓൾ വെൽക്കം ടു ഷാസ് വേൾഡ്. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു എഗ്ഗ് ബോണ്ടയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കതെങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നറിയാനായിട്ട് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിന് നമുക്കൊരു മസാല റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാനൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നല്ല പോലെ ഒന്ന് പൊട്ടി വരണം. ഇനിയിപ്പോൾ അതേ കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഞാനിതിലേക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ള ഇഞ്ചി, ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ എരിവ് ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2-3 പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതിപ്പോൾ നല്ല എരിവുള്ള പച്ചമുളകാണ്. ഒന്ന് ഇളക്കി കൊടുക്കണം. ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള സവോളയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു സവോള നീളത്തിൽ അരിഞ്ഞിട്ടുള്ള അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഈ ഒരു സമയത്ത് തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം സവാള ഒന്നും കൂടെ നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം. ഇനിയിപ്പോൾ സവാളൊക്കെ നല്ലപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത് ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഉരുളക്കിഴങ്ങാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഉരുളക്കിഴങ്ങ് ഒന്ന് വേവിച്ചിട്ട് ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു വലിയ സൈസിലൊരു ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. ചെറുതാണെങ്കിൽ 2 എടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ മസാലയും പൊട്ടറ്റോ എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ആയിട്ട് വരണം. ഇപ്പോൾ അതേ പൊട്ടറ്റോ ഒക്കെ നല്ലപോലെ മസാലയിൽ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതും കൂടെ ഇട്ട് കൊടുക്കാം. ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒന്ന് ചൂടാറുമ്പോൾ നമുക്കിത് മസാല എഗ്ഗിലൊന്ന് ഫില്ല് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇനിയിപ്പോൾ നല്ലപോലെ ബോയിൽ ചെയ്തെടുത്തിട്ടുള്ള എഗ്ഗ് ഒരു ഹാഫ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു പൊട്ടറ്റോ മസാല ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം. നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാ എഗ്ഗിലും ഈ ഒരു പൊട്ടറ്റോയുടെ മസാല ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നമ്മൾ നല്ലപോലെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കാനായിട്ട് നമുക്കിതിലേക്ക് ഒരു മാവ് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു 1.5 കപ്പ് മൈദപ്പൊടിയിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ഇനി ഇതിലേക്ക് വളരെ കുറച്ച് ഒരു നുള്ള് ബേക്കിംഗ് സോഡ എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് കലക്കിയെടുക്കണം. ഒരുപാട് ലൂസാവണ്ട, ഒരുപാട് തിക്കും ആവണ്ട. നമുക്ക് ഈ എഗ്ഗിൻ്റെ മിക്സിലൊന്ന് കോട്ട് ചെയ്തെടുക്കാനുള്ള പാകത്തിനോട് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അതുവേ തന്നെ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട. പിന്നെ നമ്മളത് കലക്കി കഴിയുമ്പോൾ ചിലപ്പം വെള്ളം കൂടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിതൊന്ന് നല്ലപോലെ ഒന്ന് കലക്കിയെടുക്കട്ടെ കേട്ടോ. ഇപ്പോൾ അതേ ഞാൻ മാവൊന്ന് കലക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ നോക്കാം. ഇപ്പോൾ അതേ ഓയിൽ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓരോ എഗ്ഗും ഈ ഒരു മസാല കോട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ അകത്തുള്ള ഫില്ലിങ്ങൊക്കെ ഓൾറെഡി കുക്കായിട്ടുള്ളതാണ്. ആ ഒരു ബാറ്റർ ഒന്ന് ഫ്രൈ ആയി വന്നാൽ മതി. അപ്പോൾ നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ചിക്കനൊക്കെ വെച്ചിട്ടുള്ള സ്നാക്ക് ഉണ്ടാക്കുമ്പോൾ ഒരു ദിവസം ഒന്ന് ഡിഫറെൻ്റ് ആയിട്ട് എഗ്ഗ് വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ് കേട്ടോ ഇത് എഗ്ഗ് ബോണ്ട. നിങ്ങൾക്കിപ്പോൾ ഈ മൈദപ്പൊടിക്ക് പകരം വേണമെങ്കിൽ കടലമാവ് വെച്ചിട്ടും ഇതുപോലെ കൊട്ടി ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷേ എനിക്ക് ഇതിങ്ങനെ ഈ ഒരു മൈദയിൽ കുക്ക് ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റി ആയിട്ട് തോന്നിയത്. ഇനി ഈ 2 സൈഡും ഒന്ന് തിരിച്ചിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരട്ടെ. പിന്നെ ഇപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് എഴുതി അറിയിക്കുകയും കൂടി ചെയ്യാം. ഇപ്പോൾ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതെല്ലാം ഈ ഒരു ഓയിലിൽ നിന്ന് മാറ്റാം. ഞാനിതൊരു കഫ്തീരിയയിൽ നിന്ന് കഴിച്ചതാണ് കേട്ടോ. അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് അതുകൊണ്ട് ഞാൻ അതുപോലെ ഒന്ന് റീക്രിയേറ്റ് ചെയ്തതാണ്. അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടെ നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് എഴുതി അറിയിക്കാം. അപ്പോൾ നമുക്കിനി ഇതുപോലെ അടുത്ത നല്ല റെസിപ്പിയൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.